ഈ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കുമുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മത്തായി സുവിശേഷം 24:37 നമ്മൾ വായിക്കുമ്പോൾ, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. ആധുനിക ലോകം പ്രശ്ന സങ്കീർണമാണ്. വ്യവസായ മേഖലയിലും സാമ്പത്തിക മേഖലയിലും നേരിട്ട തകർച്ച, കുടുംബകലഹം, ആത്മഹത്യ, കൊലപാതകം, മോഷണം, കലാപം എന്നിവ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാട്ടുകള്ളന്മാരെയും വിട്ടുകൊള്ളക്കാരെയും ഊട്ടി ഉറപ്പിക്കുന്ന രാഷ്ട്രീയ തിമിരം ബാധിച്ചവർ, പാവപ്പെട്ടവൻ്റെ വിയർപ്പിൽ മുക്കിയെടുത്ത സിംഹാസനങ്ങളിൽ ഇരുന്നവർ അധികാരം നടത്തുന്നു. മാതൃത്വം വിൽക്കുന്ന മാതാക്കളും പിതൃത്വം നിഷേധിക്കുന്ന പിതാക്കന്മാരും ലഹരി ഫാഷനാക്കിയ യുവതലമുറയും സാൻമാർഗീയതയും ധാർമ്മികതയും കാറ്റിൽ പറത്തി തൂലികത്തുമ്പിലൂടെ വിരചിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾക്ക് കഷ്ടിച്ചു പോലും വസ്ത്രം ധരിക്കുവാനില്ലാതെ സാഹിത്യത്തെ വെറും കച്ചവട ചരക്കാക്കി മാറ്റുന്നവർ, പിഞ്ചു ഹൃദയങ്ങളിൽ പോലും സാത്താൻ്റെ വികൃത ചിത്രം വരയ്ക്കുകയാണിവർ. ഇവിടെ അനാചിതത്വം നിറയുമ്പോൾ ഇത് സുരക്ഷിതമല്ലാത്ത സ്ഥലം എന്ന് കരുതി പ്രശാന്ത സുന്ദരമായ മറ്റൊരു സങ്കേതത്തിലേക്ക് രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരാണ് പലരും. യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാൻ ആഗ്രഹിക്കുന്ന ആത്മാവിന് ചിറകുമുളപ്പിക്കുന്നവനല്ല ദൈവം. പരാശ്രയമില്ലാത്ത സ്വയാശ്രയക്കാരൻ ദൈവാശ്രയം നഷ്ടപ്പെടുത്തി സാമ്പത്തികത്തെ ഇരുമ്പുമറയാക്കി ഇപ്രകാരം ചിന്തിക്കുന്നു: ഈ വികലമായ ലോകത്തിൽ ഞാൻ മാത്രം എന്തിനു നീതിമാനാകണം? ഈ ചിന്തയാണ് പലരെയും അനീതിയിലേക്കും അക്രമത്തിലേക്കും നയിക്കുന്നത്. നമ്മുടെ മൗനം അനീതിക്ക് അംഗീകാരമാകരുത്. തന്നെ നിന്ദിച്ച സമൂഹത്തിൽ നിന്ന് യേശു ഒളിച്ചോടിയില്ല. കപടഭക്തിക്കാർക്കെതിരായി താൻ ശക്തമായി പ്രതികരിക്കുവാനിടയായി വാളും വടിയും കൊണ്ടല്ല, സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ഭാഷയിൽ ലോകത്തെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടുകയാണ് ക്രിസ്തു ചെയ്തത്. അതേ പ്രിയരെ, ലോകം ഒരു വല്ലാത്ത അനുഭവത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. വചനം നമ്മൾ വായിച്ചു കേട്ടതുപോലെ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെയും വരവാകും. എന്താണ് നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത? ജനസംഖ്യ പെരുകിക്കൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു നോഹയുടെ കാലം. 2, വിശുദ്ധി നഷ്ടപ്പെട്ട ഒരു കാലമായിരുന്നു നോഹയുടെ കാലം. 3, മല്ലന്മാരുടെ ഒരു കാലമായിരുന്നു നോഹയുടെ കാലം. 4, അതിക്രമം കൊണ്ട് നിറഞ്ഞ ഒരു കാലമായിരുന്നു നോഹയുടെ കാലം. ഇങ്ങനെ എല്ലാ തരത്തിലും നോഹയുടെ കാലം ധാർമ്മികതയിൽ തകർന്നുകൊണ്ടിരുന്ന, അധംപതിച്ചു കൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു. നോഹയുടെ കാലവും ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലവും ഒന്ന് താരതമ്യം ചെയ്ത് പഠിച്ചാൽ നിശ്ചയമായിട്ടും എന്തോ ഒന്ന് ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നതാണ്. നോഹയുടെ കാലത്ത് ജനപ്പെരുപ്പം കൊണ്ട് ധാർമ്മികത നഷ്ടപ്പെടുത്തി തങ്ങൾക്ക് തന്നെ തോന്നുന്ന വിധത്തിൽ ജീവിച്ചതുകൊണ്ട് ദൈവം അവരെ ന്യായം വിധിക്കുവാൻ തീരുമാനിച്ചു. നോഹയോട് ദൈവം സംസാരിച്ചു, എല്ലാവരെയും ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ. എങ്കിലും ദൈവം ഒരു രക്ഷണ്യ പ്രവൃത്തി ഒരുക്കി, രക്ഷപ്പെടുവാൻ ആഗ്രഹമുള്ളവർക്ക് രക്ഷപ്പെടുവാൻ വേണ്ടി. എന്നാൽ നോഹയുടെ വാക്ക് അന്നുള്ള ജനം കേട്ടില്ല, ദൈവത്തിൻ്റെ വാക്കും ശ്രദ്ധിച്ചില്ല. ആയതിനാൽ സകലരും ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയി, നശിച്ചുപോയി, ചത്തുപോയി എന്ന് വേദപുസ്തകം പറയുന്നു. അതേ പ്രിയരെ, ജലപ്രളയം വന്നവരെ നീക്കിക്കളയുവോളം അവർ തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും ഒക്കെ ജീവിച്ചു. അവർ അനർത്ഥമറിഞ്ഞില്ല, അപകടമറിഞ്ഞില്ല. മുങ്ങിത്താണുകൊണ്ടിരുന്ന ടൈറ്റാനിക് കപ്പലിൽ സന്തോഷിച്ച് ആയിരുന്നവരെ പോലെ ആണ് നോഹയുടെ കാലത്തിൽ ജനമായിരുന്നത്. നമ്മുടെ ആയിരിക്കുന്ന ഈ കാലം വല്ലാത്തൊരനുഭവത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ഒന്ന് ലോകത്തിൽ സംഭവിക്കുവാൻ പോകുന്നു എന്ന് ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. ലോകത്തിൽ എന്തോ ഒന്ന് സംഭവിക്കുവാൻ പോകുന്നു. അതേ പ്രിയരെ, നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭൂമി, നമ്മൾ പാർക്കുന്ന ഇടം ഒക്കെ അപകടാവസ്ഥയിലാണ്. നമുക്ക് രക്ഷപ്പെടുവാൻ ഒരു രക്ഷണ്യ പ്രവൃത്തി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന ക്രിസ്തുവിലൂടെ ഒരു നിത്യ സന്തോഷം, ഒരു സ്വർഗീയ അനുഭവം ദൈവം ഒരുക്കിയിരിക്കുകയാണ്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, നമ്മുടെ കുറവുകളെ, ബലഹീനതകളെ ഏറ്റുപറഞ്ഞ്, ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കഴുകൽ പ്രാപിച്ച് യേശുവിനെ സ്വന്തം രക്ഷകനും ദൈവവും കർത്താവുമായി അംഗീകരിച്ച് ഒരു നല്ല ജീവിത അനുഭവം നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ നശിച്ചു പോകുന്ന ലോകത്തിൽ നമ്മൾ നശിച്ചു പോകാതെ നശിക്കാത്ത, നിലനിൽക്കുന്ന നിത്യമായ സ്വർഗീയ അനുഭവത്തിലേക്ക് പോകുവാൻ ദൈവം നിങ്ങളെവരെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ആരാധന ആരാധന.
നാഥനാ